ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം. അങ്ങനെ ചന്ദ്രയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഇവരുടെ കല്യാണവും താലികെട്ടും മാലടലും വീട്ടിൽ വരലും പൂടലും അതുപോലെ എന്താ പറയുക, ഇതൊക്കെ കൂടെ കണ്ടിട്ടേ അപ്പോൾ ദേഷ്യം വരികയാണ്. അപ്പോൾ എന്താ അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇന്നലെ ശരിക്കും ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം. അപ്പോൾ അത് പറയുമ്പോൾ ഈ രേവതിക്ക് ഇങ്ങനെ നാണം വന്നപ്പോൾ അങ്ങനെ പോവുകയാണ്. അതിന് പിന്നാലെ നമ്മുടെ സച്ചിയും പോവുകയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞാൽ എല്ലാവരും ഓരോ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ ശ്രുതിനെ പിടിക്കുന്നുണ്ട്. ശ്രുതിനോട് പറയുന്നുണ്ട്, നീ സ്വർണം ഇതിലും കൂടുതൽ സ്വർണം കൊണ്ടുവരണം പറയണം നിൻ്റെ ഇളയച്ചനോട്. നിൻ്റെ ഇളയച്ചനെ വിളിച്ചോ നോക്കുമ്പോൾ അവളിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. അപ്പോൾ പറയും, വിളിച്ചോ നോക്കും. പിന്നെയും വിളിച്ചോ, എല്ലാം വിവരം പറഞ്ഞിട്ടുണ്ട്, അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇളയച്ചെന്ന് പറയുമ്പോൾ അത് മതി. എന്നിട്ട് നിൻ്റെ കഴുത്ത് മുതൽ നിലം വരെയുള്ള അത്രയും തറ വരെ കാല് വരെയുള്ള സ്വർണം കൊടുന്നിട്ടിട്ട് ഇവരെ ഒന്ന് ഇത് എന്താണ് അവരെ ഒന്ന് കളിയാക്കണം എന്നുള്ളതിലാണ് പറയുന്നത് ചന്ദ്ര. എന്ന് പറയുമ്പോൾ ഏതാണ്ട് സുധിയുടെ സ്വഭാവം അത് തന്നെയാണ്, വെറുതെ കിട്ടുകയാണെങ്കിൽ വെറുതെ തിന്നാന്നുള്ളത് തന്നെയാണ് അവൻ്റെ കേട്ടോ. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ശ്രുതി പറയും, എന്ത് പോയാലും എൻ്റെ കഴുത്തിനല്ലോ ഇവർ പിടിക്കുന്നത്, എങ്ങനെ എന്ന് പറഞ്ഞാലും സ്വർണ്ണവും പണം വെള്ളം ഉണ്ടാക്കുക, കാരണം ഒരു ഗതിയില്ല, ഇനിയിപ്പോൾ അതുണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞേക്കുമ്പോഴേക്കും ശ്രുതി അവിടുന്ന് വിളിക്കാൻ അകത്തുനിന്ന് ഇതാ വരണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലിയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ആര്യനെയും കൂട്ടരും കൂടെ വരികയാണ് ഇവരുടെ പാർക്കിക്ക്. അപ്പോൾ അതിൽ നമ്മുടെ രേവതിയുടെ അനിയനും ഉണ്ട്. അപ്പോൾ രേവതിയുടെ അനിയൻ പറയും, ഇവിടെ നിർത്തിക്കാവുള്ളൂ ആൻ്റണി ചേട്ടാ, ഞാൻ വരുന്നില്ല അറിയാം. അതെന്താ നീ വരാത്തതെന്ന് അറിയും. അതല്ല, ഇത് സച്ചേട്ടൻ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, ഞാൻ അങ്ങോട്ടില്ല അറിയാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് നിനക്കെന്താ അങ്ങോട്ട് വന്നറിയാം. അത് വേണ്ട, ചേച്ചി പറഞ്ഞാൽ വഴക്ക് പറയുള്ളൂ, അങ്ങോട്ട് ഞാൻ വരുന്നില്ല, ആൻ്റണി ചേട്ടൻ പോയിട്ട് വാ എന്നറിയും. അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് എല്ലാവരും കൂടെ പറയും, എല്ലാവരും കൂടെ എന്നെ ഇങ്ങോട്ട് വരുത്താണോ ചോദിക്കും. അപ്പോൾ ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ മഹേഷ് അപ്പോഴേ പറയുന്നുണ്ട്, മഹേഷിനോട് മറ്റേ വേറൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ നീ അന്ന് സച്ചിൻ്റെ അടുത്ത് നിന്ന് ആ പൈസ സച്ചിക്ക് കൊടുക്കേണ്ട, നീ വാങ്ങിയാൽ മതിയായിരുന്നു, പിന്നെ നിൻ്റെ അടവ് എങ്ങനെയെങ്കിലും അടച്ചു തീർക്കായിരുന്നു എന്ന് പറയും. അപ്പോൾ അതല്ലടാ, എൻ്റെ കാര്യത്തെക്കാട്ടിലും കൂടുതൽ എനിക്ക് സച്ചിയുടെ കാര്യമാണ് വലുത്, അവൻ്റെ സന്തോഷമാണ് വലുതെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്താ ചെയ്യാറുമ്പോഴേക്കാണ് ആൻ്റണിയുടെ വരവ്. അപ്പോൾ ആൻ്റണി പറയും, നിങ്ങളെല്ലാവരും കൂടെ എന്നെ എന്തിനാ അങ്ങോട്ട് വരുന്നത്, നിങ്ങളാരും അങ്ങോട്ട് വരാഞ്ഞത് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും പൈസ എടുക്കുക, എല്ലാവരും എന്ന് പറയുമ്പോൾ ഓരോരുത്തർ പൈസ കൊടുക്കുമ്പോൾ മഹേഷിൻ്റെ അടുത്ത് മാത്രം കൊടുക്കാൻ പറയും. നീ എന്താ, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതാണ് പൈസ തരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നീ എന്താ പൈസ തരാത്ത എന്നിങ്ങനെ ചോദിക്കാം. അപ്പോൾ പറയും, എൻ്റെ കയ്യിലില്ല, എനിക്ക് 2 ദിവസത്തെ സമയം കൂടെ തരണം എന്നൊക്കെ പറയും. അന്ന് ഈ രേവതിയുടെ അനിയൻ പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നു പോകാം കേട്ടോ. ഞാൻ നിന്നോട് ഒന്നും പറയാതിരുന്നത്, പക്ഷേ ഇനി അത് നടക്കില്ല, ഇനി 2 ദിവസം കൂടെ സമയം തരും, അതിൽ നീ എനിക്ക് ആ കാശ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവം മാറും, ഞാനെന്താ ചെയ്യാന്ന് അപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്താടാ ഇനി ചെയ്യുക, അങ്ങനെ ഒരു ആൻ്റണിയും കൂട്ടരും മടങ്ങാണ്, ഗുണ്ടകളൊക്കെ ആയിട്ടാണ് വരുന്നത് കാശ് പിരിക്കാൻ. അപ്പോൾ ആൻ്റണി പോയി കഴിയുമ്പോൾ മഹേഷിൻ്റെ കൂടെയുള്ള പയ്യൻ പറയും, ഇനി എന്ത് ചെയ്യും, നമ്മൾ നിന്നോട് അന്ന് ആ പൈസ വാങ്ങാൻ പറഞ്ഞതില്ലേ, അതല്ലടാ എന്നൊക്കെ പറയും. അതിൽ പറയും, ഇനിയിപ്പോൾ നീ എന്താ ചെയ്യുക, കൊടുക്കാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കും നമ്മളെ രേവതി പാവം ചപ്പാത്തി ഉണ്ടാക്കണം, ഒരെണ്ണം ചുട്ടിട്ടു ഒരെണ്ണം പരത്തണു. അങ്ങനെ അപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ട് വരും ചാടിത്തുള്ളിട്ട്, വിശന്നിട്ട് വയ്യ, നിനക്കെന്താ ഭക്ഷണം ഉണ്ടാക്കി ഇതുവരെ കഴിഞ്ഞില്ലേ, വിശന്നിട്ട് വയ്യ, ഇതാണെന്ന് പറഞ്ഞിട്ടൊക്കെ വരികയാണ്. അപ്പോൾ പറയും, ഞാൻ ഉണ്ടാക്കുകയാണ് അറിയാം. അപ്പോൾ നീ ഇവിടുത്തെ പുതുപെണ്ണാണല്ലോ അല്ലേ, അപ്പോൾ നിനക്കിപ്പോൾ ഉണ്ടാക്കാൻ വലിയ പ്രയാസമാവും, ഇതാണെന്നൊക്കെ പറയും കേട്ടോ. രേവതിക്ക് അതിന് ഒരു കുറവുമില്ല. വേറെല്ലാം മരുമക്കളൊക്കെ ഇങ്ങനെ ആർമാദിച്ച് നടക്കുക, ഈ രേവതി മാത്രം ഇങ്ങനെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, അപ്പോൾ എന്ത് പറയുമ്പോഴും രേവതി ഒന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ നീ ഈ സച്ചിനെ കണ്ടിട്ട് നീ അങ്ങനെ ഇതാക്കണ്ട, അവൻ്റെ സ്വഭാവം ഏത് സമയം വേണമെങ്കിലും മാറാം, അവന് പട്ടം പോലെയാണ്, ഏത് ദിശയ്ക്കും കാറ്റടിച്ച് അങ്ങോട്ട് മാറാം അവൻ്റെ സ്വഭാവം, നിൻ്റെ കയ്യിൽ നിന്ന് ചരട് പൊട്ടിപ്പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ അപ്പോൾ പറയും, ആ പട്ടം പോയിട്ടുണ്ടെങ്കിൽ ആ പട്ടത്തിൻ്റെ നേർവഴിക്ക് കൊണ്ടുവരാൻ എനിക്കറിയാം, ചരട് വെച്ചോട്ട് പൊട്ടട്ടെ എന്നൊക്കെ രേവതി അറിയും. നീ നന്നായി സംസാരിക്കാൻ പഠിച്ചു പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് അമ്മ ഇവിടെ നിന്ന് പോയി തരും, എന്നാൽ എനിക്ക് സമയത്ത് എൻ്റെ ജോലി ചെയ്യാം, അമ്മ ഇവിടെ നിന്ന് എൻ്റെ ജോലി നടക്കില്ല എന്നൊക്കെ പറയും. കുറേ രേവതിനെയും സച്ചിനെയും കുറ്റം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അവൾ വേഗം ചപ്പാത്തിയൊക്കെ ആക്കിയെടുക്കും. അപ്പോൾ കാണാം രവിയും ശ്രുതിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വർഷം വന്നിട്ട് പറയും, അമ്മേ വിശന്നിട്ട് വയ്യ, ഭക്ഷണമായില്ലേ,
എന്ന് പറയുമ്പോൾ എങ്ങനെ ഇന്നിപ്പോൾ കല്യാണ പെണ്ണല്ലേ വലിയ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കേണ്ട അടുക്കളയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടും. അപ്പോൾ കാണാൻ നമ്മുടെ സച്ചി വരുന്നു, ഒരു ഫോട്ടോ ഇവരുടെ കല്യാണ ഫോട്ടോ കാണിച്ചിട്ട്. അപ്പോൾ അറിയാം അച്ഛാ ഇത് നോക്കച്ചാ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുമ്പോൾ ഇതൊക്കെ നീ എപ്പോൾ എടുത്തട്ടോ സച്ചി എന്ന് ചോദിക്കും. അപ്പോൾ പറയും അച്ഛാ അമ്പലത്തിൽ നിന്ന് എടുത്തത്, അതിൻ്റെ മുന്നേ കഴിഞ്ഞ ഇതിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോസൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ ഞാൻ മറ്റേ അവിടെ നിന്ന് എടുത്തതാണ്, അമ്പലത്തിൽ നിന്ന് എടുത്തത്. എങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് മോനെ, ഇപ്പോൾ സിനിമയിലെ നായകനും നായികയും പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ അങ്ങനെ പറയും രവി കേട്ടോ. അച്ഛാ ശരിക്കും എന്നൊക്കെ ചോദിക്കും പാവം സച്ചി. അപ്പോൾ അതേ അറിയാം. അപ്പോൾ ഈ ശ്രീകാന്ത് ഉണ്ട്, നോക്കട്ടെ ഏട്ടാ എന്ന് പറയും നന്നായിട്ടുണ്ട് ഏട്ടാ, നല്ല ഭംഗിയുണ്ട് കാണുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ വർഷയും നോക്കുക, വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മയെ നോക്കാൻ പറയുമ്പോൾ മുഖം അങ്ങോട്ട് തിരിക്കും. കാരണം അമ്മയ്ക്കും ശ്രുതിക്കും മറ്റേ ശ്രീക്കും അല്ല ശ്രുതിക്കും അമ്മയ്ക്കും മറ്റേ ശ്രുതിക്കും ഇതൊന്നും കാണണ്ട. ശ്രുതിക്കും അമ്മയ്ക്കും കുറേ ആളുകളും മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ പറയും ഇതൊക്കെ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ പറയും ഇതൊക്കെ വലിയ കാര്യമാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഇടുന്നതൊക്കെ ഇപ്പോൾ വലിയ കാര്യമാണല്ലോ എന്നറിയാം. അപ്പോഴേക്കും നമ്മൾ രേവതി അങ്ങോട്ട് വരും. അപ്പോൾ രേവതി വന്നിട്ട് അറിയാം എങ്ങനെയുണ്ട് വയ്ക്കുമ്പം നന്നായിട്ടുണ്ട് അറിയും. വലിയ കാര്യമായി പോയി ഇപ്പോൾ ഇങ്ങനെ കുറേ തോന്നുമ്പോൾ കല്യാണം കഴിക്കും, എന്നിട്ട് കുറേ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്താ വലിയ കാര്യം, ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നതും സ്വർണ്ണവും താലും വീട്ടിൽ കൊണ്ടുവരുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് അതിനോടേ താല്പര്യം ഉണ്ടാവുള്ളൂ, എനിക്ക് പക്ഷേ ഇതാണ് വലുതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രവി പറയും നീയൊന്നും മിണ്ടാണ്ടിരിക്കുക ചന്ദ്രേ എന്നൊക്കെ പറയണം. അയാൾക്കത് പറയാനേ അറിയുള്ളൂ, മിണ്ടാണ്ടിരിക്കുക ചന്ദ്രേ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ പറയും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി വാ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് അപ്പോൾ ഒരു നീരസം തോന്നിയെങ്കിലും പക്ഷേ അവന് സച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് സച്ചീനെ. അപ്പോൾ വർഷയും പറയും നന്നായിട്ടുണ്ട് രേവതി ചേച്ചി ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർഷയും അവൾക്ക് ഇങ്ങനെ ഇതാക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പോയി. അത് പിന്നെ കാണിക്കുന്നത് മോളിൽ ഉള്ള കുറേ രംഗങ്ങളാണ്. അപ്പോൾ നമ്മളെ എന്താ പറയുക രേവതി തറയിലൊരു പായ വരച്ച് 2 തലനിട്ടൊരു ഷീറ്റൊക്കെ വിരിക്കുക. അപ്പോൾ പറയും നീ ഇതിൻ്റെ ഉള്ളിൽ അലങ്കരിച്ചില്ലേ, പൂക്കൾ കൊണ്ട് എന്താ അലങ്കരിക്കാൻ ചോദിക്കും നമ്മളെ സച്ചി. അപ്പോൾ പറയും പൂക്കളൊക്കെ വിറ്റ് തീർന്നില്ലേ, പൂമാല കെട്ടി കൊടുത്തില്ലേ, ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജ് കൊടുന്ന് വെച്ചു. നമ്മളെ ശാന്തി മുഹൂർത്തം എന്നല്ലേ എന്നൊക്കെ പറയുക. അല്ലാണ്ട് വെറുതെ ഓരോന്നിങ്ങനെ പറയല്ലേ സച്ചേട്ടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എന്താ വെറുതെ പറയുക, ഞാൻ പോയിട്ട് പൂ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവൾ നമ്മളെ രേവതി കയ്യിൽ പിടിക്കും. അതിൽ പറയും പൂവൊന്നും വേണ്ട സച്ചേട്ടാ അറിയും. പിന്നെ അല്ലാണ്ട് എന്നിട്ട് അങ്ങനെ അവരുടെ രണ്ടാളുടെയും കൂടെയുള്ള കുറേ കോമ്പിനേഷൻ സീനുകൾ, അവരുടെ സ്നേഹം അതുപോലെ പറയും നീ പിന്നെ ആദ്യം എനിക്ക് ഈ ഗുണ്ട ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ ഗുണ്ട ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സ്നേഹപ്രകടനമാണ് നമ്മുടെ സച്ചിയുടെയും പിന്നെ രേവതിയുടെ കേട്ടോ. എന്ത് രസമായിട്ടാണല്ലോ അവരുടെ ആ ഒരു കോമ്പിനേഷൻ സീന് നന്നായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയും ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അപ്പോൾ പറയും ഇപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ എന്താ കാണിക്കാമെന്ന് അറിയുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഇവളെ രേവതീൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ കറക്കപ്പോൾ അവൾ പറയും നിലത്ത് നിർത്ത് ഞാൻ വീഴും എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. നീ വീഴില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് തിരിക്കുകയും ഒക്കെ ചെയ്യാണ്, എടുത്തുകൊണ്ട് നിന്ന് തിരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ അവളുടെ അറിയാണ്ട് അങ്ങോട്ട് ഒരു ചവിട്ടും നമ്മുടെ സച്ചിയുടെ കാലിന്. അയ്യോ എൻ്റെ കാലേ എന്ന് പറഞ്ഞിട്ട് അറിയും എന്ത് കാലാവധി നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മാത്രം നല്ല രസമായിട്ടുള്ള ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പറയും എൻ്റെ അടുത്ത് പൊക്കാൻ വന്നിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അവരങ്ങനെ അടി കൂടുന്നതും അവരുടേതായിട്ടുള്ള നല്ല ഇതാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ശ്രീകാന്തും വർഷയും കൂടെ ഗെയിം കളിക്കുന്നു. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ശ്രീകാന്ത് നീ എൻ്റെ പിന്നാലെ വരില്ലേ അറിയും, നീ എൻ്റെയും പിന്നാലെ വരില്ലേ എന്നിട്ട് അവർ രണ്ടാളും കൂടെ ഭയങ്കര ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് അവൾ ജയിക്കുക. അപ്പോൾ ഇവൾ തോൽക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് അവളുടെ കണ്ണ് പൊത്തുന്നുണ്ട്. അപ്പോൾ അവളങ്ങനെ വർഷ ജയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ കട്ടിലിന് മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയൂ കണ്ടോ നീ എൻ്റെ കണ്ണ് പൊത്തിയിട്ട് ഞാൻ ജയിച്ചില്ലേ, ഇന്ന് മുഴുവൻ ഞാൻ ഉറങ്ങാതെ നിന്നെ ഉറക്കില്ല, ഇന്ന് മുഴുവൻ ഞാൻ ഇവിടെ ഡാൻസ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വർഷ അവനെങ്ങനെ കളിയാക്കുന്നു, പൊടി കൊടുക്കുന്നു കളിയാക്കാതെ എങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് വർഷ. അവരുടെ സ്നേഹമാണ് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കട്ടിലിൻ്റെ മുകളിൽ നിന്നിട്ട് നീ വാ ഡാൻസ് ചെയ്യാം നമുക്ക് രണ്ടാളും കൂടെ നിന്നിട്ട് ഭയങ്കര ഡാൻസ് കട്ടിലിൻ്റെ മുകളിൽ നിന്നിട്ട്.
അപ്പോൾ അതും അങ്ങനെ അവരുടെ ഇത് 3 ആൺമക്കളുടെയും ഒരു ജീവിതം കാണിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് എന്താ പറയുക, ശ്രുതിയുടെയും ശ്രുതിയുടെയാണ്. അപ്പോൾ ശ്രുതി കടന്ന് നല്ല ഉറക്കം, ശ്രുതി എന്നിട്ട് എന്തോ എഴുതുകയാണ്. കണക്ക് എഴുതുമ്പോൾ നമ്മൾ ശ്രുതി ഉറക്കത്തിൽ വിളിച്ച് പറയുന്നുണ്ട് മസാല ദോശയും, ഇവിടെ എന്താ വേണ്ടത്, മസാല ദോശയും പിന്നെ ഉഴുന്നുവടയും ചായ. ഓക്കെ. അപ്പോൾ അവിടെ എന്താ വേണ്ടത്, പൊടി ദോശ, ശരി പൊടി ദോശ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പറയും പൊടി ദോശ, മസാല ദോശ, ഉഴുന്ന് ദോശ, ഉഴുന്നുവട, പിന്നെന്താണ്, അങ്ങനെ കുറേ ഫുഡിൻ്റെ പേരിങ്ങനെ വിളിച്ച് പറയും. ഇപ്പോൾ ഇവളിങ്ങനെ നോക്കും ഇതെന്താ ഇത് കഥ എന്ന് ചോദിച്ചിട്ട് പിന്നെ വിളിക്കും. അപ്പോൾ പിന്നെ ഇതന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഉഴുന്ന് ദോശ അത് ഇത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി വിളിക്കുന്നുണ്ട്. കാരണം ഉറക്കത്തിലാണ് ഈ വിളിച്ച് പറയുന്നത്. അപ്പോൾ ശ്രുതി സുധി 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 പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ അപ്പോഴും പറയും ഉഴുന്ന് ദോശ, വട, പൊടി ദോശ, ഉഴുന്നുവട, മസാല ദോശ, സദാ ദോശ, ചായ, സാമ്പാർ, ചട്നി എന്നങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെയും നമ്മൾ ശ്രുതി വിളിക്കുമ്പോൾ പറയുക അയ്യോ സാറേ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറക്കത്തിലല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടിങ്ങോട്ട് നീക്കുകയാണ് കട്ടിലിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ കട്ടിലിൻ്റെ മുകളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ശ്രുതിക്ക് എന്താ ശ്രുതി നീ പറയണേ, എന്താണ് ഈ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ ശ്രുതി നീയോ എന്ന് പറയും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് അറിയുമ്പോൾ അല്ല നീ കുറേ നേരമായാലും ഉറക്കത്തിൽ കിടന്ന് ഓരോന്ന് വിളിച്ച് പറയുന്നു, മസാല ദോശ എന്നോ പൊടി ദോശ എന്നോ ഇഡ്ഡലി സാമ്പാറെന്നൊക്കെ പറയണം. അത് ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഒരു മസാല ദോശ ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷേ നീ എൻ്റെ കൂടലാത്തതുകൊണ്ട് ഞാൻ മസാല ദോശ കഴിച്ചില്ല, അപ്പോൾ വെറും ഒരു ചായ കുടിച്ചുള്ളൂ ശ്രുതി, അതാണ് അറിയാം. അപ്പോൾ ശ്രുതിക്കൊരു ഡൗട്ട് അടിച്ച പോലെ ഇങ്ങനെ നോക്കൂട്ടോ. പക്ഷെ നീ മസാല ദോശ മാത്രമല്ലല്ലോ പറഞ്ഞത്, നീ കുറേ ദോശ ഫുഡിൻ്റെ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കാണാപ്പാടം വിളിച്ച് പറയില്ലേ, കാണാപ്പാടം പിടിച്ചല്ലോ. അപ്പോൾ അതല്ല ഞാൻ മെനു കാർഡ് എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ഒരു ഒറ്റ വട്ടം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് കയറില്ലേ, ഞാൻ ആരാ മോനൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴും ശ്രുതിക്കൊരു ഡൗട്ട്. ശ്രുതി ഇങ്ങനെ നോക്കും, പിന്നെ ഇവൻ്റെ മുഖത്തേക്ക് ഇവനെന്തായി പറയണേ, അല്ല ഇങ്ങനെ ഒറ്റ വട്ടം പറയുമ്പോഴേക്കും ഇത് പഠിക്കുമോ ഈ ഫുഡിൻ്റെ പേരൊക്കെ നോക്കുമ്പോൾ, പിന്നെന്താ പഠിക്കും, ഞാൻ അങ്ങനെയാണ്, ഇത് മാത്രമൊന്നുമല്ല വേറെയും ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം, കാണാതെ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും ശരി എന്ന് പറയും. അപ്പം പക്ഷേ എനിക്ക് അത് അങ്ങനെ അല്ല തോന്നിയത്. ഈ ഹോട്ടലിൽ സപ്ലയർ പിന്നെ വെയിറ്റർമാർ ഓർഡർ ഇത് എടുക്കില്ലേ, അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആവാൻ വഴിയില്ല. അതല്ല, ഞാനിങ്ങനെ ഹോട്ടലിൽ പോയപ്പോൾ ഞാനിങ്ങനെ ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുമുണ്ട്, അതൊക്കെയാവും ചിലപ്പോൾ മനസ്സ് കയറിയതാവും. അല്ലാണ്ട് ഞാനെങ്ങനെ ശ്രുതി പിന്നെ ഇത് ഞാൻ സപ്ലയറോ ഇതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അല്ല അതെനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പിന്നെ നിനക്കെന്തോ ഒരു സംശയം പോലെ. സംശയമൊന്നുമില്ല, ഇവൾക്ക് ആകെ കൺഫ്യൂഷനാവും. ഇതിലിപ്പോൾ ഏതാ സത്യം ഏതാ ശരി എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ശ്രുതിക്ക്. അവസാനം ശ്രുതി ഒറ്റ ചിരിക്കുമ്പോൾ ഇവങ്ങനെ കണ്ടുപിട്ടേണേ, നീ എന്തിനാ ശ്രുതി ചിരിച്ചത് നോക്കി. അല്ല ഈ ശ്രുതിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നോക്കി, അല്ല സാധാരണ ഉറക്കത്തിലെ എല്ലാ ആണുങ്ങളും ചില ആണുങ്ങൾ ചിലരൊക്കെ പെണ്ണുങ്ങളെ ആണ് സ്വപ്നം കാണുക, അപ്പോൾ അവരോടുള്ള കോമ്പിനേഷനൊക്കെയാണ് പിന്നെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുക, അങ്ങനെ പകലൊക്കെ ഇതായിട്ടുള്ളത്. പക്ഷേ ഇത് നീ വെറും ഫുഡിൻ്റെ പേരാണ് വിളിച്ച് പറഞ്ഞ മസാല ദോശ, ഇഡ്ഡലി, പൊടി ദോശ എന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ടാണ് അറിയുമ്പോൾ അതാണ് അത് വരെ എൻ്റെ മനസ്സിൽ നീയല്ലേ ഉള്ളൂ ശ്രുതി, വേറെ ആരും എൻ്റെ മനസ്സിലൊന്നും ഇല്ലല്ലോ, അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പറയും, അങ്ങനെ ശ്രുതി അവിടെ കിടക്കുകയാണ്. ദൈവമേ ഇവളൊരു പൊട്ടിയായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഈ ശ്രുതി അവിടെ പോയി ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കാരണം ഇവൾക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ശ്രുതിക്ക്, പക്ഷെ ഇവൾക്ക് ഒന്നും പറയാൻ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക ചെമ്പനീർ പൂവ് നല്ല അടിപൊളിയായിട്ടാണ് പോയിരിക്കുന്നത്. നമ്മളുടെ സച്ചിയുടെയും രേവതിയുടെയും കോമ്പിനേഷൻ സീൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ്, രണ്ടാളും നല്ല കഥാപാത്രങ്ങളാണ്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ എന്താണ് ഈ നമ്മുടെ രവിയേട്ടൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. കാരണം രവിയേട്ടന് എന്താ പറയുക ഒരു തണുത്ത പോലെയാണ്, അയാളും കൂടി കുറച്ച് സ്ട്രോങ് ആയിട്ട് വരണം. എന്നിട്ട് സച്ചിയുടെയും രേവതിയുടെയും കൂടെ കട്ടയ്ക്ക് നിൽക്കണം, അങ്ങനെയാണ്
വേണ്ടത്. എന്തായാലും ഓക്കെ, ഡയറക്ടർ പറഞ്ഞ പോലെ ഉള്ളൂ ചെയ്യാം. എന്തായാലും ആരും മിസ് ചെയ്യാണ്ട, കാണാൻ ഇന്നത്തെ ചെമ്പനീർ പൂണ് അടിപൊളിയാണ്. അതുപോലെ എൻ്റെ രാധാസ് ഹോംലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്ത്, പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യണം. ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല, ഞാൻ നല്ലൊരു യാത്രയിലായിരുന്നു. ഒരു കഥ ഒന്ന് പത്രമാറ്റിൻ്റെ കഥ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, ചെമ്പനീർ പൂ ഇന്നലെ ഇടാൻ പറ്റിയില്ല, സോറി. അതുകൊണ്ട് ഇന്ന് ഞാനിരുന്ന ചെമ്പനീർ പൂ ആരും കാണാതിരിക്കരുത്, എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ താങ്ക് യു. പിന്നെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെ സകല പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു താങ്ക് യു കൂടി. ബൈ.